മഹാനായ ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു ഒരു ദിവസം ബഗ്ദാദിന്റെ മണ്ണിലുള്ള ഒരു സത്രത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഒരു സത്രമുണ്ട്. ആ സത്രത്തിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഫറആ മുസ്ലിമൻ വനസ്റാനിയൻ യതജാദലാനി, ഒരു മുസ്ലിമായ മനുഷ്യനും ഒരു നസ്രാനിയായ ക്രിസ്ത്യാനിയായ മനുഷ്യനും തമ്മിൽ തർക്കിക്കുന്നതാണ് കാണുന്നത്. ഔസുൽ അഅ്ലം തങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നു. മുസ്ലിമായ മനുഷ്യൻ തർക്കിക്കുന്നുണ്ട്, നസ്രാനിയായ മനുഷ്യൻ പരസ്പരം തർക്കിക്കുന്നു. തർക്കം കണ്ടപ്പോൾ ഔസുൽ അഅ്ലം തങ്ങൾ രണ്ടുപേരുടെയും തർക്കത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു. എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും തർക്കിക്കുന്നത്? അപ്പൊ തന്നെ മുസ്ലിമായ മനുഷ്യൻ പറഞ്ഞു, ഹാദൽ ഈസവിയ്യു, ഈ ക്രിസ്ത്യാനിയായ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ പറയുന്നു, തങ്ങളെ ഇന്ന നബിയനാ അഫ്ദലു മിൻ നബിയിക്കും, ഞങ്ങളെ നബിയായ ഈസാ നബിയാണ് നിങ്ങളെ നബിയായ മുഹമ്മദിനേക്കാളും ശ്രേഷ്ഠമായത്. ഇതാണ് തർക്കം. ഈസാ നബിയിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യനോട് നടത്തുന്ന തർക്കം എന്താണ്? ഞങ്ങളുടെ ഈസാ നബിയാണ്, എന്റെ നബിയായ ഈസാ നബിയാണ് നിങ്ങളുടെ നബിയായ മുഹമ്മദിനേക്കാളും ശ്രേഷ്ഠമായത് എന്നാണ് തർക്കം. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാ ബൽ നബിയുനാ അഫ്ദലു, ഞങ്ങളെ നബിയാണ് ശ്രേഷ്ഠമായത്, നിങ്ങളെ നബിയല്ല. ഇങ്ങനെയാണ് ഞങ്ങൾ തർക്കം നടക്കുന്നത്. അപ്പൊ തന്നെ ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു ആ തർക്കത്തിൽ ഇടപെട്ടു. എന്നിട്ട് നസ്രാനിയായ മനുഷ്യനോട് ചോദിച്ചു, ബിഅയ്യി ദലീലിൻ തസ്ബുതു ഫളീലത നബിയിക്കും ഈസാ, നിങ്ങളുടെ നബിയാണ് ഈസാ എന്നുള്ളതിനെ ശ്രേഷ്ഠമാക്കാൻ നിങ്ങൾ എന്ത് തെളിവാണ് ഉദ്ധരിക്കുന്നത്? ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദിനേക്കാളും നിങ്ങളുടെ നബിയായ ഈസയാണ് ശ്രേഷ്ഠമായത് എന്നുള്ളതിനുള്ള തെളിവായി ഉദ്ധരിക്കുന്ന പ്രമാണം ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ആ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ പറഞ്ഞ മറുപടി, ഇന്ന നബിയനാ കാന യുഹ്യിൽ മൗതാ, ഞങ്ങളെ നബിയായ ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു. മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാഹ്, അള്ളാന്റെ സമ്മതപ്രകാരം മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയും, എനിക്ക് കുഷ്ഠരോഗം മാറ്റാൻ കഴിയും, എനിക്ക് വെള്ളപ്പാണ്ട് മാറ്റാൻ കഴിയും എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം നിങ്ങളെ നബിയായ മുഹമ്മദ് നബി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ നബിയേക്കാളും ശ്രേഷ്ഠമായത് നിങ്ങളുടെ നിങ്ങളെ നബിയേക്കാളും ശ്രേഷ്ഠമായത് ഞങ്ങളുടെ നബിയായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പ്രമാണം നിരത്തി. ഈസാ നബിയിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ പ്രമാണം നിരത്തി. പ്രമാണം നിരത്തിയപ്പോഴോ ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓക്കേ, ഇന്നി ലസ്തു ബിനബിയ്യിൻ, ഞാൻ നബിയല്ല, അത് ഉറപ്പാണ്. ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ നബിയല്ല, ബൽ മിൻ അത്ബാഇ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഒരു അനുയായിയാണ് ഞാൻ മുഹമ്മദ് നബിയെ പോലെ നബിയല്ല, പക്ഷെ മുഹമ്മദ് നബിയുടെ ഒരു അനുയായിയിൽപ്പെട്ട ആളാണ്. ഇൻ അഹ്യൈതു മയ്യിതൻ, ഞാൻ ഒരു മരിച്ച ആളെ ജീവിപ്പിച്ചാൽ അത്തുഅ്മിനു ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഞങ്ങളെ മുഹമ്മദായ നബി മുഹമ്മദ് നബിയുടെ ഞങ്ങളുടെ നബിയായ മുഹമ്മദിൽ നീ വിശ്വസിക്കുമോ എന്ന് ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് ഔസുൽ അഅ്ലം തങ്ങൾ ചോദിച്ചപ്പോ ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഒരു മരിച്ചാളെ ജീവിപ്പിക്കാൻ ഫഖാലനാണ്, നമ്മൾ വിശ്വസിക്കും, അതിൽ തർക്കമൊന്നുമില്ല. ഓക്കെ, ശരി, അങ്ങനെ തന്നെയാണോ? ആ, ഉറപ്പന്നെ. അരിനി ഖബറൻ ദിറാസൻ റമീമൻ, നുരുമ്പിച്ച വളരെ പഴക്കമുള്ള ഒരു ഖബർ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു. നുരുമ്പിച്ച വലിയ വളരെ പഴക്കമുള്ള ഒരു ഖബർ എനിക്ക് കാണിച്ചതാ. മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിലൂടെ ഞങ്ങളുടെ നബിയുടെ ശ്രേഷ്ഠത എനിക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഫഅറാഹു ഖബറൻ അതീകൻ, വളരെ നുരുമ്പിച്ച് വർഷങ്ങൾക്കപ്പുറം മറമാടിയ ഒരു മനുഷ്യന്റെ ഖബർ എന്ത് ചെയ്തു? ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചു കൊടുത്തപ്പോഴോ ഔസുൽ അഅ്ലം റളിയല്ലാഹു അൻഹു ആ ക്രിസ്ത്യാനിയായ മനുഷ്യനോട് പറഞ്ഞു, ഇന്ന നബിയക്കും ബിഅയ്യി കലാമിൻ കാന യുഖാതിബുൽ മയ്യിത ഹീന ഹിയാഇഹി,
നിങ്ങളെ നബി മരിച്ചവരെ ജീവിപ്പിക്കുമ്പോ മരിച്ച മയ്യത്തിനോട് എന്താ പറഞ്ഞിരുന്നത് എന്ന് ചോദിച്ചു. അപ്പം ആ ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങളെ മനുഷ്യൻ അള്ളാന്റെ സമ്മതപ്രകാരം നീ എണീക്കുക എന്നാണ് എന്ത് ചെയ്യാറ് പറയാറ് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? ഓക്കെ ശരി. എന്നിട്ട് ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന സാഹിബ ഹാദൽ ഖബരി കാന മുഗന്നിയം ഫി ദുനിയ. ഈ ഖബറിൽ കിടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മനുഷ്യനെ നല്ല പാട്ടുകാരനായിരുന്നു, നല്ല പാട്ടുകാരനായിരുന്നു. പാട്ട് പാടിയിട്ട് ജീവിപ്പിക്കണോ എന്നാ അങ്ങനെ ചെയ്തോളാം. അതല്ല പാട്ട് പാടാതെ ജീവിപ്പിക്കണോ? അയാൾ ഖബറിന്ന് പാട്ടും പാടിയിട്ട് എണിച്ചു വരുന്ന മോഡലിലാണോ ജീവിപ്പിക്കേണ്ടത്, അതല്ല വേറെ മോഡലിലാണോ ഞാൻ ജീവിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു. എന്തായാലും നിങ്ങൾ ജീവിപ്പിച്ചാൽ മതി, ഞാൻ നിങ്ങളെ നബിയിൽ വിശ്വസിച്ചോളാം. റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു ഒരൊറ്റ പ്രഖ്യാപനമാണ്, ഖും എണീറ്റ് നിൽക്കൂ. അവിടെ നിന്ന് ഉടനെ തന്നെ ഫൻഷഖൽ ഖബ്റു, ഖബർ പൊട്ടിപ്പിളർന്ന് വഖാമൽ മയ്യിത്തു ഹയ്യം മുഗന്നിയ, പാട്ട് പാടുന്നതായ നിലക്ക് എന്ത് ചെയ്തു, നല്ല ഈണത്തിൽ പാട്ട് പാടുന്ന നിലക്ക് എന്ത് ചെയ്തു, ആ മനുഷ്യൻ ഖബറിൽ നിന്ന് എണീറ്റിങ്ങനെ വന്നു. ഫലമ്മാ റഅൻ നസ്റാനിയു ഹാദിഹിൽ കറാമത, നസ്റാനിയായ മനുഷ്യൻ ഈ കറാമത്ത് കണ്ടപ്പോൾ വഫദല നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളുടെ നബിക്കാണ് ശ്രേഷ്ഠത. കാരണം നബിയാന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളല്ലേ ഇത് ചെയ്തത്. അസ്ലമ അലാ യദിൽ ഗൗസുൽ ആദം തങ്ങളുടെ കയ്യിലൂടെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. മഹാനായ ഔസുല്ലാഹു റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലൂടെ എന്ത് ചെയ്യുന്നു, ഇസ്ലാം സ്വീകരിക്കുന്നു. ഇങ്ങനത്തെ കറാമത്തുകളായിരുന്നു മഹാനായ ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു. എല്ലാവരും വെല്ലുവിളി ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തു, എല്ലാവരെയും അടക്കി നിർത്തിയിട്ട് രാജാവായി വാണതാണ് മഹാനായ ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു. കാരണം ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു 50 വർഷം അധ്വാനിച്ചിട്ട് ഈ സ്ഥാനം നേടിയിട്ട് ഹബീബുള്ള എന്ന മക്കാമിലെത്തിയിട്ട്, ഹബീബുള്ള എന്ന് പറയുന്ന മക്കാമിലെത്തുമ്പോഴുള്ള പവർ എന്താ? തന്റെ ഇഷ്ടത്തിനൊക്കെ പടച്ചൊന്നും കൊടുക്കലാണ് ഹബീബുള്ള എന്ന് പറയുന്ന മക്കാമ്. ആ അവസ്ഥയിൽ പിന്നെ ആരും സഹായം വേണ്ട, ഒരാളുടെയും സഹായം വേണ്ട. അതുകൊണ്ടല്ലേ ജിബ്രീലിനോട് പറഞ്ഞതാണ്, മാറിയെന്നോ നിന്റെ സഹായം ഒന്നുമില്ല. ഇബ്രാഹിം നബി പറഞ്ഞില്ലേ, ഇബ്രാഹിം നബിയെ തീയിലിടാൻ നേരത്തെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ഞാൻ കെടുത്തി തരാൻ നബിയെ, നിന്റെ സഹായം ഒന്നും വേണ്ടടാ, എനിക്ക് പടച്ചോ മതി. ഇതാണ് യഥാർത്ഥ തൗഹീദ്. അല്ലാതെ മുജാഹിദീങ്ങൾ പറഞ്ഞ തൗഹീദ് അല്ല യഥാർത്ഥ തൗഹീദ്. ഈ മക്കാമിലെത്തണം. ആരുമില്ല, സഹായത്തിന് ഇല്ല എന്ന് ബോധ്യമാകുന്ന ഒരു ഘട്ടം അനുഭവത്തിൽ വരുമ്പോഴാണ് യഥാർത്ഥമായ തൗഹീദായി വരുന്നത്. അല്ലാതെ അല്ലാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മക്കാമ് ഉണ്ട് ഇല്ല എന്നല്ല, ഉള്ളത് എപ്പോഴാ? ആരെയും സഹായത്തിന് ഇവിടെ ആവശ്യമില്ല. ദുനിയാവില് ഉമ്മാന്റെ വാപ്പാന്റെ ഒരാളുടെയും ഇല്ല, ഒന്നിനും ആവശ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിൽ യഥാർത്ഥമായി എത്തുമ്പോഴാണ് ഒരാൾ തൗഹീദിന്റെ മക്കാമിലെത്തുക. അല്ലാതെ ഇതിങ്ങനെ തൗഹീദ് ഇങ്ങനെ വാരി കസർത്തി എറിയാനുള്ളതല്ല. ഈ അവസ്ഥയിൽ ഇതല്ല യഥാർത്ഥമായ തൗഹീദ്. എന്നിട്ട് ഔസുല്ലാഹു റളിയല്ലാഹു അൻഹു അള്ളാനെ മാത്രമേ നിങ്ങൾ അവലംബിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ ആ വാക്കൊക്കെ എടുത്തിട്ട് മുജാഹിദീങ്ങൾ എന്ത് ചെയ്യും, അതിങ്ങനെ കസർത്തുന്നുണ്ട്. ഔസുല്ലാഹു പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റൂലേ? എന്നാ ഈ ചരിത്രം പറഞ്ഞാലോ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. അവർക്ക് പറ്റിയത് അവർ ഔസുല്ലാഹിന്റെ ഭാഗം മാത്രം കെട്ടിയും ബാക്കിയുള്ള ഒന്നും തീയിൽ എടുക്കൂല. ഔസുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ബാക്കിയുള്ള കറാമത്തുകളൊക്കെ എടുക്കണ്ടേ? അവർക്ക് ആവശ്യമുള്ളത് എടുക്കണോ? ഇബ്നു തൈമിയ ഔസുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ, പുകഴ്ത്തി പറഞ്ഞിട്ടില്ലേ? വലിയ കറാമത്തിന്റെ ഉടമയാണ്, കശ്ഫിന്റെ ഉടമയാണ് എന്ന് ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റൂല. ഇവർക്ക് ഒത്ത രീതിയിൽ ഇസ്ലാമിനെ വളച്ചൊടിക്കുക എന്നുള്ളതാണ്.